നമസ്കാരം. ശൈവ വൈഷ്ണവ ശക്തികളിലെ വീരപ്രഭാവം ഒരു മൂർത്തിയിൽ സംഗമിച്ച അത്യപൂർവ ദേവതാഭാവത്തെ ദർശിച്ച് തന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും വിഷമതകളെയും ബാധകളെയും ഇല്ലാതെയാക്കി വിജയപ്രാപ്തി നേടാൻ സഹായിക്കുന്ന ഒരു പ്രാചീന മഹാക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. ത്രേതായുഗത്തിന്റെ അവസാന പാദത്തിൽ അർജുനന്റെ ഹിമാലയ സാനുവിലെ പാശുപതാസ്ത്രത്തിനായുള്ള തപസ്സിൽ പ്രീതനായി കാട്ടാള വേഷത്തിൽ പ്രത്യക്ഷരായ മഹാദേവനും പാർവതീദേവിക്കും പിറന്ന ആയോധന കലകളുടെ നാഥനായ വിജയവരദായിയായ കിരാതസൂനു അഥവാ വേട്ടക്കൊരുമകൻ പാർവതീ പരമേശ്വരന്മാരുടെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിലേക്ക് വന്ന് കേരള ഭൂവിലെ സർവരുടെയും രക്ഷകനായി പരദേവതാ സങ്കല്പത്തിലും പ്രഗതീശ്വര സങ്കല്പത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രമാണ് വേട്ടക്കൊരുമകൻ ക്ഷേത്രം. ഇന്ന് കാണുന്ന രീതിയിൽ ആരാധിക്കപ്പെടുന്നതിനും എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉപാസനാമൂർത്തിയായും വനദേവതയായും ആരാധിക്കപ്പെട്ടിരുന്ന വേട്ടക്കൊരുമകൻ ക്ഷേത്രങ്ങളുടെയും ആ ഭൂമിയുടെയും ചരിത്രവും കാലപ്പഴക്കവും നിർണയിക്കുക എന്നത് നമ്മെ ചെന്നെത്തിക്കുക വളരെ പ്രാചീനമായ ഒരു കാലഘട്ടത്തേക്കായിരിക്കും. വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന കേരളത്തിലെ ഇത്തരം ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമേറിയ ഒരു പ്രാചീന ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന പ്രദേശത്തിനടുത്തുള്ള ഉറുമ്പേരി ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രം. പരാക്രമശാലിയായ ശ്രീ കിരാതസൂനു അഥവാ വേട്ടക്കൊരുമകന്റെ യുദ്ധവീര്യവും ആയോധനകലകളിലെ പ്രഭാവവും കണ്ട് സംപ്രീതനായ ശ്രീ മഹാവിഷ്ണു കിരാതസൂനുവിൻ്റെ കഴിവിനെ അനുമോദിച്ചുകൊണ്ടും ഒപ്പം ശാന്തനാക്കി അടക്കാനുമായി തൻ്റെ വൈഷ്ണവ കലകളിൽ ഒന്നായ സുദർശന ചക്രത്തെ യോഗസിദ്ധി കൊണ്ട് ഒരു ചുരുകിയാക്കി മാറ്റി അത് വേട്ടക്കൊരുമകന് നൽകി എന്നതും വേട്ടക്കൊരുമകൻ എന്ന ആരാധനാമൂർത്തിയുടെ ശക്തി പ്രഭാവത്തെ എടുത്തുകാട്ടുന്നു. മയിൽപീലി കൊണ്ട് അലങ്കരിച്ച മകുടത്തോടു കൂടിയ കിരീടവും വിടർന്ന നെറ്റിത്തടവും കാരുണ്യവും വീര്യവും ഒരേ സമയം സ്ഫുരിക്കുന്ന കണ്ണുകളും കുറ്റിത്താടിയും മേഘങ്ങളെ വെല്ലുന്ന വർണ്ണമുള്ള ശരീരത്തോടും മഞ്ഞപ്പട്ടുടുത്ത് ഒരു കൈയിൽ ചുരുകയും മറുകൈയിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന ശ്രീ വേട്ടക്കൊരുമകനെ ദർശിക്കുമ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ധർമ്മവിജയത്തിനായി യോദ്ധാവായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് ഒറ്റ നോട്ടത്തിൽ സ്മരണയിൽ വരിക. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തി, പ്രത്യേകിച്ച് മത്സരാധിഷ്ഠിതമായ ഏത് കാര്യത്തിലും വിജയം നൽകാനും തടസ്സങ്ങൾ മാറ്റിക്കിട്ടാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സൽസന്താന സൗഭാഗ്യത്തിനായും നിയമപരമായ വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുന്നതിനും ശ്രീ വേട്ടക്കൊരുമകനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. തന്ത്രവിധി പ്രകാരവും ആഗമശാസ്ത്രപ്രകാരവും മഹാദേവന് ചെയ്യുന്ന അതേ പൂജാവിധാനമാണ് വേട്ടക്കൊരുമകനും നൽകിയിട്ടുള്ളത്. ദേവതകളെ ആഭിചാരം ചെയ്ത് ബന്ധനത്തിലാക്കിയാൽ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേട്ടക്കൊരുമകന്റെ ശക്തിമന്ത്രം മാത്രമാണ് ഏക പോംവഴി എന്നാണ് തന്ത്രമാന്ത്രികാചാര്യന്മാരുടെ അഭിപ്രായം. ഇതൊക്കെയും ശൈവ വൈഷ്ണവ ശക്തിയുടെ പൂർണ്ണത നിറഞ്ഞു നിൽക്കുന്ന അവതാരമാണ് ശ്രീ വേട്ടക്കൊരുമകൻ എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന പ്രദേശത്ത് നിന്നും 3.5 കിലോമീറ്റർ ഇരിക്കൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന മരുതായി എന്ന പ്രദേശത്ത് ശാന്തമായി ഒഴുകുന്ന ഒരു തോടിനോട് ചേർന്നാണ് പ്രകൃതി രമണീയമായ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഉറുമ്പേരി ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രം.
മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രധാന വഴിപാടായ വില്ലും ചുരികയും ഭഗവാന്റെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യത്തിലുള്ള പ്രതിസന്ധിയെയും തരണം ചെയ്ത് വിജയപ്രാപ്തി ഉണ്ടാവുമെന്നാണ് വിശ്വാസവും നിരവധി പേരുടെ അനുഭവവും. പൂർവകാലത്ത് കൃഷിസ്ഥലത്ത് ഉറുമ്പ് ശല്യമുണ്ടായാൽ ഭക്തർ ദേവന് അരി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നും അതുവഴിയാണ് ഉറുമ്പേരി എന്ന പേര് വന്നതുമെന്നാണ് ഐതിഹ്യം. അതിപ്രാചീനമായ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ക്ഷേത്ര പുനരുദ്ധാരണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ ദർശിച്ച് അത്യപൂർവമായി മാത്രം ഒരു ഭക്തന് ലഭിക്കുന്ന വേട്ടക്കുരുമകൻ ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ പങ്കാളിയാവുക എന്ന ഭാഗ്യത്തിൽ ഭാഗവാക്കാകാൻ ശ്രമിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. കൊട്ടിയൂർ ദർശനയാത്ര ആലോചിക്കുമ്പോഴോ ക്ഷേത്ര ദർശനത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നു തൊഴേണ്ട ഈ മഹാദേവ ഭാവത്തെ അങ്ങയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരു തവണ വന്ന് തൊഴാൻ സാധിച്ചാൽ അടുത്ത തവണ വരുന്നത് മാറ്റങ്ങൾ സംഭവിച്ച ജീവിതവുമായി ആയിരിക്കും. അതാണ് ഉറുമ്പേരി വേട്ടക്കരുമകൻ ക്ഷേത്രത്തിൻ്റെ മഹത്വവും ഐതിഹ്യവും. അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ ദർശന സൗഭാഗ്യ വിവരണം കൂടുതൽ വിശ്വാസികളിൽ എത്തിച്ച് നമ്മുടെ ധർമ്മപ്രചാരണത്തിന് കരുത്തും ശോഭയും നൽകാനായി ശ്രമിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു.